വണ്ടി കണ്ട് പേടി ഇന്നൊരു ബിഗ് ഡേ ആണ് ഞങ്ങളുടെ ലൈഫിൽ അല്ലേ? സന്തോഷം. നമ്മൾ എടുക്കാണ്ടി പോണ വണ്ടി ആരും ഓടിക്കി വണ്ടി നിനക്ക് ഓടിക്കാൻ അറിയാം. ടീച്ചർ വരെ പറഞ്ഞു ഞങ്ങൾ വരണ്ടെന്ന്. ഫീലിംഗ് പ്രൗഡ്. സമയത്ത് കാണാം. ഹാപ്പി ആയിട്ട് ഹലോ ഗൈസ്. ജോ ഗൈസ് ഹായ് പറടി. ഹായ് ഗൈസ്. രാവിലെ തന്നെ ജോ ഇവിടെ കണ്ട ഡോൾബി അല്ലട്ടെ ഞങ്ങളുടെ വീടാണ്. ഞങ്ങളിവിടെ മാറാമ്പലി ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തില് ഇത് ഇച്ചാനൊരു മല മറിച്ച് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഞങ്ങൾക്ക് ആസ് യൂഷ്വൽ എല്ലാ വീടുകളെക്കാളും കൂടുതൽ അലക്കാൻ ഉണ്ടാവാറുണ്ട്. ഞങ്ങളിപ്പോ ഒരു ധോബി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കണ്ടാൽ തന്നെ അറിയാം. ഇപ്പൊ തന്നെ 2 വാഷിംഗ് മെഷീൻ ഉണ്ട്. ധോബി അതിന് ഞങ്ങൾക്ക് വേണമെങ്കിൽ അവാർഡ് വരെ തരും. സോ ഇവിടത്തെ ഈ വാഷിംഗ് മെഷീൻ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഈ 1 മന്ത് ആയുള്ള ഇത് സർവീസ് ചെയ്തിട്ട് അതിനുള്ളിൽ തന്നെ അത് പോയി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് കാര്യമെന്ന് അയാൾ തന്നെ പറഞ്ഞത് കളയണമെന്നല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനി വിളിക്കുന്നില്ല. അപ്പൊ സൂൺ അപ്ഡേറ്റ് ചെയ്യാം അടുത്ത എന്തോ ഭാഗ്യത്തിന് ഇത് ഞങ്ങൾ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എപ്പോ ഇത് നശിഞ്ഞാലും ഞങ്ങൾക്ക് ഉപകാരമുള്ളൊരു സാധനം ഇതാണ്. ഇത് വർഷങ്ങളായി. വർഷങ്ങൾ 8 വർഷം ഇത്ര മേലായിട്ടുണ്ടാവും. അമ്മച്ചിയുടെ വൺ ഓഫ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇന്നൊരു ബിഗ് ഡേ ആണ് ഞങ്ങളുടെ ലൈഫിൽ അല്ലേ? അതെ, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നമുക്കൊക്കെ ലൈഫിൽ ഉണ്ടാവുമല്ലോ ഒരു ആഗ്രഹങ്ങള്. അങ്ങനെ ഇച്ചായനെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നേക്കാളും ഇച്ചായനാണ് കേട്ടോ. സ്വാഭാവികമായിട്ട് നിങ്ങള് കാത്തിരുന്നായിരിക്കും. കാരണം നമ്മളെ വണ്ടി ഓക്കെ അടുപ്പ് കളിച്ചിപ്പോ വരാട്ടാ. നമ്മൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ വ്ളോഗിൽ നമ്മുടെ കാർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാർ കൊടുത്തെങ്കിലും നമ്മൾ വേറൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം കൺഫേം ആയിട്ട് നിങ്ങളോടും ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നപ്പോ നമ്മുടെ ഷോറൂമിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ ഡെലിവറി ഡേ ആണ് കാറിന്റെ. അപ്പൊ സോ ഇവൻ ഞങ്ങളുടെ ആ കാറ് പോയപ്പോ നിങ്ങള് വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വരുന്നു ഗൈസ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം വരുന്നു. എന്താ ഞാൻ പറയാ, പുതിയത് വരും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടം വരുന്നു. അപ്പൊ ഇന്ന് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 മണിക്ക് ശേഷം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി ഏതാണത്. അപ്പൊ വണ്ടി ഏതാന്നുള്ളത് നമുക്ക് ഡെലിവറി സമയത്ത് കാണാം ഗൈസ്. കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞ വർത്താനം കണ്ട ഗൈസ്. എവിടെ കളിച്ചോണ്ടെന്ന് വെച്ചാ ഈ വീട്ടിലൊരു ഡോൺ കെയർ മൈൻഡായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെയും പേടിയില്ല. ടീച്ചർ വരെ പറഞ്ഞു ഞങ്ങൾ വരണ്ടെന്ന്. അങ്ങ് ഗൈസ് അപ്പൊ നമ്മളെല്ലാരും റെഡി ആയിട്ടുണ്ട്. 2 മണി എന്നാ പറഞ്ഞ മണി ഇപ്പൊ 2:30 കഴിഞ്ഞു. ഏകദേശം 3 മണിയാകാറായിട്ട്. ആസ് യൂഷ്വൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എങ്ങനെയുണ്ട് ജോയുടെ കോസ്റ്റ്യൂം? ഇതാണ് സിമ്പിളാണ്, സിമ്പിളായിരിക്കും. ഹായ് ഗൈസ്. Say hi guys. Hi guys. Welcome to Nimble. ഗൈസ് എൻ്റെ കണ്ടില്ലല്ലോ ഗൈസ്. എൻ്റെ ഇതാണ് ഗൈസ് എൻ്റെ ഒരു ഔട്ട്ലുക്ക്. കോസ്റ്റ്യൂം ബൈ ജോ. നല്ലേ? എനിക്കിഷ്ടമായി. ഇതാണ് എൻ്റെ ഒരു നല്ല ഭംഗിയാണ് ഇച്ചായൻ്റെ ഫുൾ ലുക്ക്. ഇച്ചാൻ ആസ് യൂഷ്വൽ പോലെ വരാൻ പ്ലാൻ ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു വെച്ചാൽ വേണ്ട, ആസ് യൂഷ്വൽ പോലെ വരണ്ട, ഇതുപോലെ ഇന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂം ചെയ്തതാണ്. കോസ്റ്റ്യൂം ചെയ്തതാണ്. ഗൈസ് അങ്ങനെ നമ്മള് സെറ നോക്കട്ടെടി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ പെങ്കൊച്ച്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം സെറ മിക്കപ്പോഴും സൈൻ ഡ്രസ്സൊക്കെ ആയിരിക്കും ഇടുന്നത്. വാട്ട് യു ഫീൽ? ഫീലിംഗ് പ്രൗഡ്. Feeling? Feeling out. അത്ര സുഖമില്ല ഗൈസ്. ഇങ്ങനെ എഴുതിട്ട് നിൽക്കുമ്പോൾ ഒരു ചെറിയ നല്ലതായിട്ടുണ്ട്. അതൊക്കെ മറന്ന് നമ്മള് സങ്കടങ്ങളും വേദനകളൊക്കെ മറന്നുള്ള മൊമെന്റ്സ് ആണല്ലോ, ഹാപ്പി മൊമെന്റ്സ് ലൈഫിൽ വല്ലപ്പോഴും ഇടയ്ക്കൊക്കെ മാത്രം സംഭവിക്കുന്ന ഒരു ഹാപ്പി മൊമെന്റ്സ്. നമ്മൾ ഹാപ്പി ആയിട്ട് പോയി തരാം ഗൈസ്. അപ്പൊ നമുക്ക് ഇന്ന് അങ്ങോട്ട് എല്ലാവരും കൂടെ പോകാനുള്ള വണ്ടി എന്ന് പറയുന്നത് എസ്പെഷ്യലൊന്നും ഇല്ലല്ലോ ഗൈസ്.
അപ്പോൾ സോ നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നത് ഫോർ മെമ്മറീസിന് കൂടെ വേണ്ടിയിട്ടാണ്. 10 വർഷം കഴിയുമ്പോഴാണോ ഇവരൊക്കെ ഇത് നമ്മൾ പോയത് വണ്ടി എടുക്കാൻ ആ ഒരു മൊമെൻറ്റിന് വേണ്ടി. ഗൈസ് അമ്മച്ചി ഞാൻ ചോദിക്കണോണ്ട് ചിലര് എന്താ പറയാ സന്തോഷം. സ്വപ്നങ്ങളെല്ലാം ഒരു ദിവസം യാഥാർത്ഥ്യമാകും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഞങ്ങളുടെ ദിവസം. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സ്വപ്നങ്ങൾ കണ്ടോളൂ. അതെന്തായാലും ഒരു ദിവസം നിൽക്കും, അത് ട്രൂ ആകും എന്തായാലും. സോ ഞങ്ങൾക്കൊരു അങ്ങനൊരു ദിവസമാണ് ഇന്ന്. അമ്മച്ചിക്ക് വണ്ടി ഏതാണെന്നറിയാൻ പറ്റില്ല. ഏതാണെന്ന് ഗസ് ചെയ്യാവോ? ഏത് വണ്ടി ആയിരിക്കും എന്ന്? ഈ കിടക്കണേൽ ഏത് വണ്ടി ആയിരിക്കും? അമ്പോ അമ്മച്ചി പറഞ്ഞിട്ടെ ഗൈസ്. ഇല്ല അല്ല വലിയ വണ്ടി 7 സീറ്റാന്ന് അറിയാല്ല. വണ്ടി നമ്മൾ എടുക്കാൻ പോണ വണ്ടി കാരൻസ് ക്ലാവിസ് ഇപ്പഴാ ഫേസിൽ ചിരിയുണ്ട്. ആ എന്താണ് 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 ചോദിച്ചമ്മ ചോദിച്ചമ്മ ചോദ്യമാണ് ഞങ്ങളെ ചിരിപ്പിച്ചു വന്നത്. ഇപ്പൊ ആരോടിക്ക് വണ്ടി നിനക്ക് ഓടിക്കാൻ അറിയോ? ഓടിക്കാൻ പറ്റുമോ എനിക്കറിയാൻ പാടില്ല. പേടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഫസ്റ്റ് ഓടിക്കുമ്പോൾ ഒരു ഇതുണ്ടാ. ഗൈസ് അപ്പോൾ നമ്മൾ 2 മണിക്കാണ് പറഞ്ഞത്. നമ്മളിവിടെ ലേറ്റ് ആയിട്ട് എത്തിയാൽ മതി. 3:30 ഇപ്പോൾ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഫേറൻസ് അയ്യോ ഉറക്കം വരുന്നു. ഇപ്പം എഴുന്നിട്ടുണ്ട്. ഇവിടെ അലക്കണേ വീണ്ടും ജോ വാഷിംഗ് മെഷീൻ ഇല്ല ഗൈസ്. വാഷിംഗ് മെഷീൻ അടിച്ചു പോയി. അപ്പൊ വേറെന്താ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ കഴിഞ്ഞുള്ളൂ. അത് നന്നായി. അല്ലെങ്കിൽ കട്ട പോസ്റ്റ് അത് കഴിഞ്ഞ് പോയി. അത് വേറെ വണ്ടിയാ. അമ്മച്ചി ഇന്ന് കിയയുടെ ഷോറൂമിൽ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്തത്. അപ്പോൾ അമ്മച്ചിയുടെ നമ്മൾ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര വണ്ടിയൊക്കെ ഇഷ്ടമായി. 7 സീറ്റർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മച്ചി കറക്റ്റായിട്ട് ഗസ് ചെയ്തൊക്കെ കറക്റ്റ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് കുറച്ച് പേപ്പർ വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു ചായന് സൈനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാനും അമ്മച്ചിയും പിള്ളേരും നല്ല പോസ്റ്റായിരുന്നു. പിള്ളേർ പോസ്റ്റല്ല കേട്ടോ, പിള്ളേർ നല്ല കളിയായിരുന്നു അവിടെ കിടന്നത്. അതിനുശേഷം നമ്മൾ കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് കാണുന്നു. സോ വെരി ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു അതൊക്കെ. പിള്ളേർ ഭയങ്കര ബ്ലിങ്കസ് അടിച്ച് നിൽക്കായിരുന്നു. കാരണം എന്തിനാ കേക്ക് കട്ട് ചെയ്യുന്നത്? ബിക്കോസ് അവർക്ക് കേക്ക് കട്ട് ചെയ്യണ ആകെ ഹാപ്പി ബർത്ത്ഡേക്ക് മാത്രമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ആദ്യം നമ്മുടെ പുതിയ വണ്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരുടെ ഓരോ ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്തു. അങ്ങനെ കുഞ്ഞു കുഞ്ഞ് മെമ്മറീസ് നമ്മുടെ കഴിഞ്ഞു. യെസ്, ദിസ് ഈസ് ദ മൊമെൻറ്റ്. ഈ ടൈമിലാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും ഈ കാർ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. സോ ഇറ്റ്സ് എ വെരി പ്രൗഡ് മൊമെൻറ്റ് ആക്ച്വലി. കാരണം ആസ് എ യൂട്യൂബേഴ്സ് എന്ന രീതിയിൽ ഒരുപാട് പേര് പുച്ഛിക്കാറുണ്ട്, നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്തിട്ട് വല്ലതും കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ബിക്കോസ് നല്ലൊരു ഹാർഡ് വർക്കിങ്ങും നിങ്ങളെപ്പോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഇതുപോലൊരു അച്ചീവ്മെൻറ്റ്സ് എന്തായാലും കിട്ടും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ എടപ്പള്ളി വന്നപ്പോഴത്തേക്ക് എടപ്പള്ളിയിൽ ഇവിടെ അപ്പോൾ എഞ്ചിങ് സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി 6:45 തൊട്ട് 8 മണി വരെ സമയം. അപ്പോൾ ഇപ്പം മണി 6 മണിയായിട്ടുള്ളൂ. അപ്പം നമ്മൾ ചായ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കണം. അപ്പം അങ്ങോട്ട് പോകണേ. ആഫ്റ്റർ മാരേജ് ആണ് എനിക്ക് ഇത്രയും ചായ അഡിക്ഷൻ വന്നത്. ചായ കുടിക്കുകയും ആ കറക്റ്റ് ടൈമിൽ എന്തെങ്കിലും സ്നാക്സ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടയർഡ്നെസ് ആവും. അപ്പോൾ പിന്നെ പ്രഗ്നൻസിയും കൂടെ ആയതുകൊണ്ട് എന്തെങ്കിലും സ്നാക്സ് നിർബന്ധമായിട്ട് എനിക്ക് ഇച്ചിരി എന്തെങ്കിലും കഴിക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ. ചായ നിർബന്ധമാണ്. പിള്ളേരും അതുപോലെ വരുന്നതിന് പിള്ളേർക്കൊന്നും ഒരിക്കലും ചായ കുടിക്കരുത് കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡെലിവറി ടൈം ആയതുകൊണ്ട് തന്നെ ഡൗട്ടായിരുന്നു ഇന്ന് തന്നെ വെഞ്ചരിച്ച് കിട്ടുമെന്നുള്ളത്. നമ്മുടെ കിയയുടെ ഷോറൂമും ഇവിടെ അടുത്ത് എടപ്പള്ളി തന്നെ ആയിരുന്നു. അവിടെ തന്നെ നമ്മുടെ എടപ്പള്ളി തന്നെയാണ് നമ്മൾ വെഞ്ചരിക്കാനും കൊണ്ടുപോയത്. 8 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ വെഞ്ചരിച്ച് കിട്ടി. അതിന് ശേഷമാണ് നമ്മൾ റോഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് പോയത്. കാരണം ചായ കുടിക്കാൻ വരെ നമ്മൾ അടുത്ത് നടന്നാൽ പോയത് കേട്ടോ. ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് പള്ളിയിലേക്ക് വന്നത്. അങ്ങനെ വെഞ്ചരിച്ച് കിട്ടി. സോ ഇച്ചാനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അതിന് ശേഷം നമ്മൾ ലേറ്റ് ആയില്ല. ഇപ്പം തന്നെ ഒരു 7:15 7:30 ആയിട്ടുണ്ടായിരുന്നു. സാരക്കും സാധനം കറക്റ്റ് ആ ഒരു ടൈമിൽ നമ്മൾ ഡിന്നർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലേറ്റ് ആക്കിച്ചില്ല. നമ്മൾ വേഗം ഡിന്നർ കഴിക്കാൻ വന്നു.
അതിനുശേഷം അമ്മച്ചിക്ക് ഒട്ടും വയ്യാണ്ടായി. അമ്മച്ചിനെ കൊണ്ട് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. മമ്മീനെയും സിസ്റ്ററും മാത്രമേ ഉണ്ടായുള്ളൂ. അവരായിട്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുവാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം 11 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് എൻ്റെ ഫേസിൽ ഭയങ്കര റിഫ്ലക്റ്റഡ് ആയിരുന്നു കാർ ഡെലിവറി കഴിഞ്ഞപ്പോൾ തൊട്ട്. സോ അത് കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷമായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ, അതായത് നമ്മുടെ കാർ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. ഇപ്പം നൈറ്റ് ഓൾമോസ്റ്റ് എത്ര മണി വെച്ചാൽ 10:45 എൻ്റെ സീറ്റ് ഇപ്പോൾ പുറകോട്ടായിട്ടുണ്ട്. എൻ്റെ മോനാണ് ഇപ്പം എൻ്റെ സീറ്റിൽ കയറിയിരിക്കുന്നത്. അതിന് ഞാൻ ഇരുത്തൂല, ഞാൻ തന്നെ ഇരിക്കണം. ഇപ്പം ഈ സാധനത്തിൻ്റെ പ്രശ്നം കാരണം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. കറക്റ്റ് ഇന്നത്തെ ദിവസം തന്നെ രണ്ടിനും പനിയും ജലദോഷവും എല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദൈവാനുഗ്രഹിച്ച് നമ്മുടെ കാർ ഡെലിവറി ഡേ എന്തായാലും ഹാപ്പി ആയിട്ട് തന്നെ ഇതുവരെ പോയി. എല്ലാം ടൈമിനെല്ലാം പെർഫെക്റ്റ് ആയിരുന്നല്ലേ ചാ? അത് തന്നെ ഇച്ചാനോട് ഡ്രൈവ് ചെയ്യണോണ്ടാണ് ഗൈസ് എന്നെ ഞാൻ നിങ്ങളെ കാണിച്ചോണ്ടിരിക്കണത്. ഇച്ചാൻ പറഞ്ഞ വേണ്ടി ഇച്ചാനെ കാണിച്ചു കൊടുക്കണുണ്ട് എല്ലാവർക്കും. പറഞ്ഞു വെച്ചാ ഇത് ലൈഫിലെ വൺ ഓഫ് ഹാപ്പി മൊമെന്റ് ആണ്. എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹിക്കും ഒരു വണ്ടി, ഒരു കാർ എന്നാണ് പറയണത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ ഓപ്ഷൻസ് ഉള്ള വാർക്ക ഒരു എല്ലാ ആണുങ്ങളുടെയും ഒരു ആഗ്രഹമായിരിക്കാം. അപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ആയൊരു ഇത് കിട്ടുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. പറയാൻ പറ്റണില്ല. ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മള് ഫസ്റ്റ് കാർ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് വലിയ കുറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഇന്ന കാർ വേണം. പക്ഷെ നമ്മുടെ അന്നത്തെ ബഡ്ജറ്റിന് പറ്റിയൊരു കാറായിരുന്നു നമ്മള് ഏറ്റവും ബേസ് മോഡൽ, അതായത് ഒരു ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്തൊരു മോഡലാണ് നമ്മൾ അന്ന് എടുത്തത്. കിട്ടിന്റെ ബേസ് മോഡലാണ് എടുത്തത്. അത് ആ ഒരു കാറിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മള് ഹാപ്പി ആയിട്ട് പോയി. ആഫ്റ്റർ 4 years ആക്ച്വലി നമുക്കൊരു കോയിൻസിഡൻസ് ആയിട്ട് വന്നായിരുന്നു വെച്ചാൽ ഞങ്ങൾ ആദ്യത്തെ കാറ് വാങ്ങിക്കുന്നത് August 5th അതായത് നാളെ അല്ലേ ചാ? ആ ഒരു ഡേറ്റിനാണ് നമ്മുടെ ആദ്യത്തെ കാർ നമ്മൾ മേടിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി August 4, അതായത് ഇന്നാണ് നമ്മള് നമ്മുടെ ഈ വണ്ടി വാങ്ങിക്കുന്നത്. നമ്മള് കാറ് വാങ്ങിക്കണ ഒരു മന്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതാണ് ഓഗസ്റ്റ്. നമ്മള് നമ്മുടെ ബൈക്കും ഡ്യൂക്കാണോ ട്രംപ് നമ്മുടെ മേടിച്ചതും നമ്മൾ ഓഗസ്റ്റിലാണ് വണ്ടി മേടിക്കണ മാസമായിട്ട് എടുത്തേക്കണത്. അത് കോയിൻസിഡന്റ് ആയിട്ട് വരുവാണ്. നമ്മള് കറക്റ്റ് അത് തപ്പി കണ്ടുപിടിച്ചു. ഞങ്ങളത് നോട്ട് ചെയ്തു. 4 years കഴിയുമ്പോ ഞങ്ങള് വേറെ ഓരോ വണ്ടി വെച്ച് ഒരു വണ്ടി ആദ്യം ഉണ്ടായിരുന്നു ഡ്യൂക്കായിരുന്നു. അത് ഒരു 4 years ആയപ്പോ നമ്മള് സ്കൂട്ടർ വാങ്ങിച്ചു. അതെ, പിന്നെ മേടിക്കണത് ഇതും ട്രംഫുമാണ് അല്ലേ? അപ്പൊ ഗൈസ്, ഇതൊക്കെ നിങ്ങളുടെ ഒറ്റ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു വണ്ടി വാങ്ങിക്കാൻ പറ്റിയതല്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്ക് ദൈവത്തിനോട് നന്ദി പറയണ കൂടാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും നമ്മള് നിങ്ങളുടെ സപ്പോർട്ടിനും കൂടെയാണ് നമ്മള് താങ്ക്സ് പറയണത്. അപ്പൊ സോ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഒരു ലവ് ആൻഡ് സപ്പോർട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത ഞങ്ങളുടെ ന്യൂ ഹാപ്പി മൊമെന്റിന് ഞങ്ങളുടെ ഡെലിവറി ഡേ, എൻ്റെ ഡെലിവറി ഡേ ആയിരിക്കും ഗൈസ്. കാറിന്റെ ഡെലിവറി ഡേ കഴിഞ്ഞു. ഇത്ര ദിവസം ഈ ഒരു 1 month ഞങ്ങൾ അതിൻ്റെ ഒരു ബിസിയിലായിരുന്നു ഗൈസ്. ഇങ്ങനെ ഈ കാറിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലൊക്കെ ആയിരുന്നു. ഇവൻ കംപ്ലീറ്റ് നമ്മുടെ ഇതൊരു ഓൺ പേർപ്പസിലല്ല കേട്ടോ. നമ്മൾ കുറച്ച് ഫൈനാൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ സോ അതൊക്കെ ഇനി അതിൻ്റെയൊക്കെ ഒരു ഫൈനാൻസ് ഒക്കെ ഇനി ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആൻഡ് ദെൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണിന്ന്. സോ സത്യം പറഞ്ഞാൽ ഒരുപാട് വേർഡ്സ് കിട്ടുന്നില്ല പറയാൻ വേണ്ടിയിട്ട്. നിങ്ങളോട് കൊറേ സംസാരിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ കൊറേ പറയാനുണ്ട്. അതൊക്കെ പറയുന്ന പറഞ്ഞാണ് ഫോൺ ഇപ്പൊ നമ്മള് പിന്നെ അമ്മച്ചിക്ക് ഡ്രോപ്പ് ചെയ്ത് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇവരായിട്ട് എൻജോയ് ചെയ്യാനിടയ്ക്ക് വീടെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കായിട്ടുള്ള ഒരു എന്താ പറയാ പോയി. അതുകൊണ്ടാണ് അന്നേരം വീടെടുക്കാനാണ്. ആൻഡ് ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് തന്നെ സന്തോഷത്തിൽ പങ്കുചേർന്നതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ദെൻ എല്ലാവർക്കും എന്താ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. ആൻഡ് ദെൻ ബൈ.